നിങ്ങൾ കേരളത്തിലൊരു ലാൻഡ് ഡെവലപ്പർ ആണോ? നിങ്ങൾ ലാൻഡ് പ്ലോട്ടായിട്ട് തിരിച്ച് സെല് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഈ ലാൻഡ് അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രൊജക്റ്റിനെ റെറായിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, മേജർ ഒരു വിഷയം, പ്ലോട്ട് ഡിവിഷൻ ചെയ്ത് സെല്ല് ചെയ്യുന്ന ലാൻഡുകൾ റെറായിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, 500 സ്ക്വയർ മീറ്ററിന് മേലെയുള്ള ഒരു ലാൻഡ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആസ് പെർ റെറ ആക്ട് 2ZN അത് പ്രകാരം അതിനൊരു റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ സെക്ഷൻ 3 പ്രകാരം റെറായിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ പ്രോപ്പർട്ടി 500 സ്ക്വയർ മീറ്ററിൽ താഴെയാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണെങ്കിലും 8 പ്ലോട്ടിന് മേലെയാണ് നിങ്ങൾ മുറിച്ച് വിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റെറ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു പ്രൊമോട്ടർ ആവുകയും ഓണർ, ലാൻഡ് ഓണർ മറ്റൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രജിസ്റ്റേർഡ് ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് സബ്മിറ്റ് ചെയ്യണം അലോങ് വിത്ത് റെറ രജിസ്ട്രേഷൻ. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതിനാദ്യം ഒരു റെറ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോക്കൽ അതോറിറ്റിയിൽ, അതായത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു ലാൻഡ് ഏരിയ 0.5 ഹെക്ടറിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലേ ഔട്ട് അപ്രൂവലും ആവശ്യമാണ്. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് തുടങ്ങുക. പെനാൽറ്റി വളരെ ഹ്യൂജ് ആണ്. അപ് ടു 10% ഓഫ് ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വരെ പെനാൽറ്റി വരാം. പെനാൽറ്റി അല്ല, പെനാൽറ്റിയെക്കാട്ടിൽ നമ്മളുടെ മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറുമായിട്ടുള്ള ട്രസ്റ്റ് വർത്താണ്. സോ കസ്റ്റമർ ഈസ് ഓൾവേസ് ഗോഡ്. സോ നമ്മൾ ആ ഒരു ട്രസ്റ്റ് ഒരിക്കലും കളയാതിരിക്കുക. ഇത് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഉള്ള എൻ്റെ കസ്റ്റമേഴ്സിൽ മെജോറിറ്റി ആൾക്കാരും ഈ സ്മോൾ ഡെവലപ്പേഴ്സാണ്. ഇപ്പോൾ അവരിൽ പല ആൾക്കാർക്കും ഇത് അറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ പലരും എന്നോട് റിക്വസ്റ്റ് തന്നു, ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ മാറി ഇങ്ങനെ റെറ രജിസ്ട്രേഷൻ ഇതിന് ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് റെഗുലറൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ പരിധിയിലുള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് ഈ ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇനിയും മറ്റൊരു ഇൻഫോർമേറ്റീവ് റെറ വീഡിയോയുമായിട്ട് തന്നെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാൻ കൃഷ്ണപ്രസാദ്, പ്രിൻസിപ്പൽ കൺസൾട്ടൻസ്, റെറ കൺസൾട്ടൻസ് LLP. താങ്ക് യു.